بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ സന്തോഷങ്ങൾ കൊണ്ട് നിറച്ചു കൊടുക്കട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. റജബിന്റെ തുടക്കത്തിലുള്ള ആവേശം മനസ്സിൽ മങ്ങലേൽക്കുന്ന പോലെയുള്ള ജീവിത രീതികളിലേക്ക് മനുഷ്യർ വഴുതി മാറുന്ന ഒരവസ്ഥയെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ മാസം നമുക്ക് അനുകൂലമായി സാക്ഷിയാവാനും റജബ് നമുക്ക് അനുകൂലമായി സാക്ഷിയാവാൻ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ചില ആലോചനാ വിപ്ലവങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹ്രസ്വമായ നമ്മുടെ ഇന്നത്തെ ചർച്ചയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള തൗഫീഖും നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം നമ്മുടെ ജീവിതം എന്നത് പകലന്തിയോളം നമ്മുടെ അധ്വാനങ്ങളിൽ നാം ഓർക്കുകയും രാവിന്റെ യാമങ്ങളിൽ നമ്മളത് പരമാവധി ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ചിന്തയും ആലോചനയും അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് എത്തുന്നില്ല എന്നത് വസ്തുതയാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നത് ആഗ്രഹം മാത്രമായി അവശേഷിക്കുന്ന രീതിയിലേക്ക് ജീവിതം ചുരുക്കപ്പെടുകയാണ്. അത് പ്രാവർത്തിക തലത്തിൽ എത്തുക എന്നത് ശ്രമകരമായി ഇന്നും ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ്. റജബ് മാസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ലോകത്ത് ഒരുപാട് മഹാന്മാരെ ഓർക്കപ്പെടുന്നൊരവസരവും കൂടിയാണ് എന്നത് നാം ഓർക്കണം. മഹാനായ ഇമാമുന നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ തുടങ്ങി ധാരാളം മഹത്തുക്കൾ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് യാത്ര തിരിച്ച മാസവും കൂടിയാണ് റജബ് മാസം. അവരുടെ എല്ലാം പാപന സ്മരണകൾ മനുഷ്യ മനോമുഖരങ്ങളിൽ വലിയ തിളക്കത്തോടുകൂടെ ചരിത്രത്തെ അയവിർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതം നമ്മുടെ മുന്നിൽ കാണിച്ചു വെച്ച ആ വലിയ ദൗത്യത്തെയും ലക്ഷ്യത്തെയും നാം ചരിത്രത്തിന്റെ വായനകളിലൂടെ ഒന്നൽപ്പം ഓർത്ത് പിന്നീട് മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അവിടെയെല്ലാം ശ്രദ്ധേയനാകുന്ന മഹാനായ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനാർത്ഥം ഇന്ത്യൻ ഉപദ്വീപിൽ ഇതുപോലെ ഓടി നടന്ന ഒരു മനുഷ്യനില്ല. മുഈനുദ്ദീൻ എന്ന് പറയുന്ന പേര് അക്ഷരത്തിലും അർത്ഥത്തിലും സ്ഥാപിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. 800 വർഷം ഇന്ത്യ ഭരിച്ച ഭരണകർത്താക്കളിൽ ഒന്നും ഈ സുൽത്താൻ ഇല്ല. പക്ഷെ എന്നാലും ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ് ചരിത്രം ഈ മഹാനെ വിശേഷിപ്പിക്കുന്നത്. ഇത് മുസ്ലിമീങ്ങൾ മാത്രം കൊടുത്ത പേരല്ല. ഒരു പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത് ഈ നാമത്തിലൂടെയാണ്. സുൽത്താനുൽ ഹിന്ദ് എന്നത് ഇന്ത്യയുടെ ആത്മാവിലായിരുന്നു ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലയിച്ചു ചേർന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരിലേക്കും തൗഹീദ് എത്തിക്കാൻ ഇന്ത്യയിൽ ഇനി ഇതിനപ്പുറം ഒരു ആൺകുട്ടി വരാൻ ഇല്ല എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. 90 ലക്ഷത്തോളം ആളുകൾക്ക് അറിയപ്പെട്ട കണക്കനുസരിച്ച് മലയാളത്തിലെ പല ഉത്തരവാദിത്തപ്പെട്ട ലേഖനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. 90 ലക്ഷത്തോളം ആളുകൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ വലിയ തൗഫീഖിന് അർഹനായിട്ടുള്ളത് മഹാനായ ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. ഒരു വിലായത്തിന്റെ മേഖലയിൽ മാത്രമല്ല മഹാനവറുകളെ കാണപ്പെടേണ്ടത്. ആ മഹാൻ ഒരിക്കലും അള്ളാഹുവിന്റെ ദീനിന്റെ ശറഅ് വിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ഒരു മസ്ത് പിടിച്ച് നടന്ന
ഒരവസ്ഥയിലൂടെ ആ മഹാനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. പൂർണ്ണമായും ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു നിറഞ്ഞ പണ്ഡിതൻ, ഒരു വലിയ ജ്ഞാനി, ഒരു വലിയ സൂഫി. ഈ രീതിയിലൂടെ ആ ജീവിതത്തെ ഓർക്കപ്പെടുന്ന ഒരു മാസവും കൂടിയാണ് റജബ്. കാരണം മഹാനവറുകളുടെ ജനനവും വഫാത്തും റജബിലായിരുന്നു. ഹിജ്റയുടെ 536 വർഷം റജബ് മാസം 14 തീയതിയാണ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങൾ ജനിക്കുന്നത്. മഹാനവറുകൾ വഫാത്താവുന്നത് ഹിജ്റയുടെ 627 വർഷം റജബ് മാസം 6 തീയതിയാണ്. ജീവിതത്തിന്റെ 2 അഗ്രങ്ങൾ വന്ന് സംഗമിച്ചു നിൽക്കുന്നത് റജബ് മാസത്തിലാണ്. ആധ്യാത്മിക ചിന്തയുടെ ആ ചരിത്ര വായനയിൽ ഈ റജബ് മാസത്തെ ഏറ്റവും കൂടുതൽ ഹർഷതാർത്ഥനയിക്കുന്നത് ആ വ്യക്തിത്വമാണ്. ഈ രീതിയിലൂടെ നമ്മൾ ആലോചിച്ചു വരുമ്പോൾ ഈ മഹാന്മാരെല്ലാവരും റജബിനെ, അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് റജബിൽ ഓർമ്മപ്പെടുത്തുന്ന തത്വങ്ങളെ നമുക്കൊന്ന് നേടാൻ കഴിയണമല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റജബ് നമുക്ക് അനുകൂലമാവണം. റമദാൻ മാത്രം അനുകൂലമായാൽ പറ്റൂല. റമദാൻ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ റമദാനിന്റെ ആദ്യപടിയായ റജബ് കിട്ടണം, ശഅബാൻ കിട്ടണം. ശഅബാൻ വരാനിരിക്കുന്നു, ശഅബാൻ നമുക്ക് സ്വീകാര്യമാവണ്ടേ. റമദാൻ വരണം, റമദാൻ വന്നാൽ റമദാനും അനുകൂലമാവണ്ടേ. ഒന്നാമത്തെ ഈ പരീക്ഷ നമുക്ക് വിജയിക്കണം. ഈ റജബ് വന്നിട്ട് നമുക്ക് ഒരു അനക്കവും കുലുക്കവും ഇല്ലെങ്കിൽ ഇനി നമ്മുടെ ആയുസ്സിൽ ഇതിനപ്പുറം എപ്പോഴാണ്? റമദാനിലേക്കുള്ളതായ ഒരുക്കത്തിന്റെ ആദ്യപടിയിൽ തന്നെ നമുക്കൊരു നടുക്കമില്ലെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ ചിലതൊക്കെ ആലോചിച്ച്, ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി, ചിലതൊക്കെ ഉപേക്ഷയുടെ മാർഗത്തിലേക്ക് മാറ്റിവെച്ച്, ചില കാര്യങ്ങൾ അനുസരണയുടെ വീതിയിൽ കൊണ്ടുവന്ന് നമുക്കൊന്ന് മാറാൻ ഈ റജബ് അള്ളാഹു കാരണമാക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നമുക്ക് 4 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളത്തേക്കുള്ള പരാജയമാണ് കാണാനിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 4 കാര്യങ്ങളെ കുറിച്ച് നമ്മെ സംബന്ധിച്ച് ഒന്ന് ആലോചിക്കേണ്ട സമയമാണിത്. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ആ 4 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് നാളെ പരാജയമായിരിക്കും. ആ കാര്യങ്ങളെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. നമുക്കൊന്ന് ആ കാര്യങ്ങളിലേക്ക് ഉണർന്ന് ചിന്തിച്ചാൽ ഈ പരിശുദ്ധ മാസത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ ഇനിയും നമ്മുടെ മുന്നിൽ ദിവസമുണ്ട്. അള്ളാഹു നമുക്ക് ആയുസ്സും തരട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യവും തരട്ടെ. ഒന്നാമത്തെ കാര്യം നിസ്യാനുദ്ദുനൂബിൽ മാളിയ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ നാളെ പരാജയമാണ്. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളെ കുറിച്ച് ഓർക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇന്നലെ നമ്മൾ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് നമുക്ക് ഇന്ന് ഓർക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ നമുക്ക് പരാജയമാണ്. പക്ഷെ ആ തെറ്റുകളെ കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വഹിയ ഇൻദല്ലാഹി മഹ്ഫൂള. ആ തെറ്റുകൾ മുഴുവനും ഒന്നും കളയാതെ അള്ളാഹുവിന്റെ മുന്നിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഈ സ്വഭാവം നമ്മളിലുണ്ടോ? നമ്മുടെ ഇന്നലകളിലെ തെറ്റുകൾ നമ്മൾ മറന്നിട്ടുണ്ടോ? എന്നാൽ നാളത്തേക്ക് നമുക്ക് പരാജയമാണ്. രണ്ടാമത്തെ നമ്മുടെ സ്വഭാവം വദിക്റുൽ ഹസനാത്തിൽ ബാളിയത്തി. നമ്മൾ ഇന്നലകളിൽ ചെയ്ത നന്മകൾ നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട് എങ്കിൽ അതുണ്ടോ? നമ്മൾ ചെയ്ത നന്മകളെ ഓർക്കാൻ മാത്രമുള്ള മനസ്സ്, തെറ്റുകൾ മറന്ന മനസ്സ്, നന്മകൾ മാത്രം ഓർത്തിരിക്കുന്നു. അങ്ങനെയാ നമുക്ക് കഴിയൂ എങ്കിൽ നാളത്തേക്ക് വിജയം പ്രതീക്ഷിക്കേണ്ടതില്ല. മൂന്നാമത്തേത് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മുടെ മുകളിലുള്ള ആളെ കുറിച്ചാണ് നമുക്ക് ആലോചന എങ്കിൽ അവനേക്കാളും മുകളിലാകണമെന്ന ആലോചനയാണ് നമുക്കുള്ളതെങ്കിൽ നാളത്തേക്ക് ഒന്നുമേ ഇല്ല. നാലാമത്തെ കാര്യം ദീനിന്റെ കാര്യത്തിൽ നമ്മെക്കാളും താഴെ എന്ന് ചിലരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അവനേക്കാളും മുകളിലാണല്ലോ ദീനിന്റെ കാര്യത്തിൽ ഞാൻ. ഈ ഒരു അബദ്ധജടിലമായ ചിന്താഗതിയാണ് നമുക്കുള്ളതെങ്കിൽ നാളത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മളുടെ ദീനിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ചിന്താഗതിയിൽ മനസ്സിലാക്കിക്കോ,
നീ ചെയ്ത നല്ല കാര്യങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിവില്ല. ഈ 4 കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചന നമ്മുടെ മനസ്സിൽ ആദ്യമായി ഉണ്ടാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ 4 കാര്യങ്ങൾ മനുഷ്യ മനസ്സിൽ ഉണ്ടെങ്കിൽ, ഈ 4 ചിന്താഗതി കൊണ്ടു നടക്കുന്നവനാണെങ്കിൽ നാളത്തേക്കൊന്നും ഉണ്ടാവില്ല, നാളത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, എങ്ങനെയാ നമ്മളെ വിചാരണ ചെയ്യാ, എന്ത് സമ്പാദിച്ചു എന്ന ബോധത്തിലാ നമ്മൾ നടക്കാ. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ സർവ്വകാര്യങ്ങളും വിളിച്ചു പറയുന്നത്, ഭൂമിയിൽ സംസാരിക്കാൻ കഴിയാത്ത അവയവങ്ങൾക്ക് അന്ന് സംസാരിക്കാൻ കഴിയുമെന്ന് ഖുർആൻ. ഭൂമിയിൽ സംസാരിച്ചിരുന്ന അവയവങ്ങൾ അന്ന് നിശബ്ദമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ നിശബ്ദതയിൽ നിന്നുകൊണ്ട് ഇതുവരെ സംസാരിക്കാത്ത അവയവങ്ങളുടെ വാചാലത കേൾക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലൻ നാരി ഫഹും യൂസഊൻ حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. പടച്ചറബ് എന്തൊരു അവസ്ഥയായി പറയുന്നത്. സൂറത്ത് ഫുസ്സിലത്തിന്റെ 19 മുതൽക്ക് 21 വരെയുള്ള ആയത്തുകൾ. അള്ളാഹനെ അനുസരിക്കാതെ നടന്ന ആളുകൾ, അള്ളാഹു അതിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. എല്ലാം അറിയാമെന്നാൽ ഒന്നും അറിയാത്ത പോലെ, എല്ലാം അനുഭവിക്കുന്നു എന്നാൽ ഒന്നും അനുഭവിക്കാത്ത പോലെ അള്ളാഹുവിനെ പറ്റിച്ച് നടക്കുന്ന ദീനീ ചിട്ടയാണോ നമുക്കുള്ളത്? റബ്ബിനെ പറ്റിക്കുന്ന സ്വഭാവമാണോ നമുക്കുള്ളത്? വെറും പുറം പൂച്ചുകളായി മാറുന്ന അമലുകളാണോ എനിക്കും നിങ്ങൾക്കുമുള്ളത്? മാറ്റണം സഹോദര. റജബ് നമുക്ക് അനുകൂലമാവാൻ നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് കൂടുതൽ വേണം. ആരെ ബോധിപ്പിക്കാൻ? അള്ളാഹനെ മാത്രം ബോധിപ്പിക്കാൻ, റബ്ബിന്റെ മുന്നിൽ ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിലേക്ക് നമുക്ക് ചെന്നു ചേരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബിനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മങ്ങളാ അള്ളാഹു സ്വീകരിക്ക. അങ്ങനെയുള്ളവരെ മാത്രമാ അള്ളാഹു അംഗീകരിക്ക. അല്ലാത്ത ആളുകളെ റബ്ബിന്റെ മുന്നിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെടുമ്പോൾ അവരങ്ങ് വന്ന് റബ്ബിന്റെ മുന്നിൽ അങ്ങ് നിൽക്കുമ്പോൾ അവരുടെ കർണപുടങ്ങൾ അങ്ങ് വർത്താനം പറയാൻ തുടങ്ങുന്നു. വഅബ്സാറുഹും അവരുടെ കണ്ണുകൾ സംസാരിക്കാൻ തുടങ്ങുന്നു. വജുലൂദുഹും അവരുടെ ചർമ്മങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നു. അത്ഭുതമേ മനുഷ്യ ശരീരം, നീ നാളെ പരലോകത്തെ ഇങ്ങനെ കാണിക്കുമ്പോൾ മനുഷ്യൻ ശരീരത്തോട് സ്വയം ചോദിക്കുകയാണ്, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് ചർമ്മമേ, എന്തിനാണ് കണ്ണേ, എന്തിനാണ് കാതേ നീ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ വർത്തമാനം പറയുന്നത്? നിനക്ക് എങ്ങനെ വർത്തമാനം പറയാൻ കഴിയുന്നു എന്ന് ഭയവിഹുലതയുടെ മൂർധന്യാവസ്ഥയിലും ആശ്ചര്യത്തോടുകൂടെ മനുഷ്യൻ തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മോട് നമ്മുടെ കണ്ണ് അന്ന് പറയും, നമ്മോട് നമ്മുടെ കാത് അന്ന് പറയും, നമ്മോട് നമ്മുടെ ചർമ്മം പറയും. ഹറാം കണ്ട കണ്ണ് വർത്താനം പറയുന്ന അന്ന്, ഹറാം കേട്ട കാത് വർത്തമാനം പറയുന്ന അന്ന്, ഹറാമിന്റെ സ്പർശനം മറഞ്ഞ ചർമ്മം അന്ന് സംസാരിക്കുമ്പോൾ നമ്മോട് പ്രതിവചിക്കുന്നതിനെ കുറിച്ച് ഖുർആന്റെ ആയത്തിൽ കാണാം. അവര് നമ്മോട് തിരിച്ചു പറയും,
خَلَقَ كُلَّ شَيْءٍ وَهُوَ خَلَقَكُمْ أَوَّلَ مَرَّةٍ. എല്ലാത്തിനും വർത്തമാനം പറയാൻ ഭൂമിയിൽ അവസരം കൊടുത്ത തമ്പുരാൻ തന്നെയാണ്. ഇന്ന് വർത്തമാനം അന്ന് പറയാത്ത ഞങ്ങളോട് ഇന്ന് പറയാൻ പറഞ്ഞത്, നിങ്ങൾക്കെതിരെ ഞാൻ പറയുമെന്ന് നമ്മുടെ ചർമ്മം നമ്മുടെ നേരെ നിന്നുകൊണ്ട് തറപ്പിച്ച് പറയുമെന്ന് ഖുർആൻ. ആ ദിവസം നമുക്ക് രക്ഷപ്പെടാൻ, ആ ദിവസം നമുക്ക് രക്ഷപ്പെടാൻ റജബ് നമുക്ക് അനുകൂലമാവട്ടെ. അടച്ചു വെച്ചിരിക്കുന്ന ഖുർആന്റെ താളുകൾ തുറക്കേണ്ട സമയം, നമ്മൾ ഒരിക്കൽ മാത്രം എടുക്കാൻ മുതിർന്നു വരുന്ന പരിശുദ്ധ ഖുർആനിന്റെ തങ്കലിപികളെ നാവിൻ തുമ്പിലേക്ക് കൊണ്ടുവരേണ്ട സമയം, ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട സമയം. എന്തിനാ റമദാന് വേണ്ടി കാത്തു നിൽക്കുന്നത്? അങ്ങനെ തോന്നലുണ്ട്. റമദാൻ വന്നാൽ നന്മകൾ നന്മകളാവും. റമദാനിലേക്ക് ഒരു ഒരുക്കം നേരത്തെ ഉണ്ടാവണം. ആ ഒരുക്കം റമദാനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് റജബീന്ന് അങ്ങ് തുടങ്ങിയ ഇവിടുന്ന് തന്നെ റമദാന്റെ കാര്യം ഉറപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരീക്ഷ വരുമ്പോ പരീക്ഷയുടെ അന്ന് പഠിച്ച എത്ര മാർക്ക് കിട്ടും എന്നത് നമ്മൾ ആലോചിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു നേരത്തെ ഒരു റിവിഷൻ, അതിനു വേണ്ടിയിട്ട് നേരത്തെ ഒരു ഒരുക്കം നമ്മൾ നടത്തിയ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാൻ കഴിയും. ഖാഫ് മലയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖാഫ് മല എന്ന ഒരു പാട്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇസ്കന്ദർ രാജാവ് ഖാഫ് മല കാണാൻ പോയ കഥ പറയുന്നുണ്ട് ഇമാം സാവി. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഖാഫ്. അങ്ങനെ ഒരു മലയുണ്ട്, അങ്ങനെ ഒരു മലയുണ്ട്. ഈ ഭൂമിയുടെ ഭൂമധ്യരേഖയും അക്ഷാംശ രേഖയും ഭൂമിയുടെ ചിത്രം നമുക്ക് വരച്ചതാ കാണിച്ചു തരുന്ന കണക്കിനപ്പുറത്ത് ഒരു മലയുണ്ട്. ആ മലയുടെ പേരാണ് ഖാഫ് എന്ന മല. ഈ ഖാഫ് മല കാണാൻ പോയ ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഖാഫ്. സൂറത്ത് ഖാഫിലൂടെ പറയപ്പെടുന്ന, ഞാൻ മുമ്പൊരിക്കൽ ഈ ചരിത്രം ഇവിടെ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല, വിശാല വിസ്തൃതമായ ഖാഫ് മലയുടെ വലിപ്പത്തിലേക്ക് മനുഷ്യന്റെ മനോമുഖരത്തെ കൊണ്ടുവരുന്ന ചരിത്ര പണ്ഡിതന്മാർ ഈ ഖാഫ് മലയേക്കാളും വലിപ്പമുള്ള ഒരു തുലാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് എന്ന മീസാൻ എന്ന തുലാസ്. അള്ളാഹുവേ, ആ തുലാസിന്റെ ഭാരം നമ്മുടെ നന്മ കൊണ്ടാവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഒരു തുലാസുണ്ട്. അതിലേക്ക് എന്താ നമ്മൾ സമ്പാദിച്ചു വെച്ചത്? നമ്മൾ എന്താ സമ്പാദിച്ചത്? ഖാഫ് മലയേക്കാളും വലിപ്പമുണ്ട് അതിന്റെ ഒരു തട്ടിന്. ആ തട്ട് നിറയ്ക്കാൻ എന്താ സമ്പാദിച്ചത്? കണ്ണടച്ചു പിടിച്ചിട്ടൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കണ്ണടച്ചു പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞ നമ്മുടെ മനസ്സിലത് എത്ര കയറുണ്ട്? നാവില് മാത്രമേ ഉള്ളൂ. എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു ഹദീസ്, അരുവിയുടെ അരികിലെ കല്ല് പോലെയാ നമ്മള്. നനവ് ഉള്ളിലേക്ക് എത്താറില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. കല്ല് നനഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, എന്നാൽ അതിന്റെ ഉള്ളിൽ ആ നനവ് എത്തിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ ആവല്ലേ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈമാൻ സ്പർശിതമല്ല. ഖാഫ് മലയേക്കാളും വലിപ്പമുള്ള തുലാസിന്റെ തട്ടൊന്ന് നിറയ്ക്കാൻ ജമ്മു കാശ്മീർ മുതൽ ആസാം വരെ വിശാല വിസ്തൃതമായി കിടക്കുന്ന ഹിമാലയമല്ല ഖാഫ്. വലിയ അത്ഭുതമാണ് ഖാഫ്. ഈ ഖാഫ് മലയേക്കാളും വലിപ്പമുള്ള തുലാസൊന്ന് നിറയ്ക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹൃദയം സ്പർശിക്കുമെങ്കിൽ ദിക്ർ മതി, ഹൃദയം സ്പർശിക്കുമെങ്കിൽ സ്വലാത്ത് മതി. നമുക്കത് നിറയ്ക്കാൻ കഴിയും. എന്തേ കഴിയൂലേ? വലിയ അധ്വാനമില്ലല്ലോ. ചാരിക്കിടന്ന് ചൊല്ലിയാൽ പോരെ, ചാരിയിരുന്ന് ചൊല്ലിയാൽ പോരെ, കിടന്ന് ചൊല്ലിയാൽ പോരെ, സൗകര്യാർത്ഥം ഒന്ന് ഒഴിഞ്ഞിരുന്നാൽ പോരെ. ഒരു 10 ദിക്ർ കണ്ണടച്ച് പിടിച്ചിട്ട് അല്ലാഹനെ ഓർത്ത് ചൊല്ലാൻ 10 ദിക്ർ എത്ര മിനിറ്റ് വേണം? ഒരു 20 സെക്കൻഡ് മതി ഒരു ദിവസം. അങ്ങനെ ഒരു അമല് ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കുറെ നന്മകൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ദിർഹമും ദീനാറും സദഖ ചെയ്യുന്നതിനേക്കാളും
നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന്റെ മുന്നിൽ പെട്ടെന്ന് പരിഗണിക്കുന്ന ഒരു അമല് അള്ളാഹനെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്നുള്ള ഓർമ്മയിലേക്ക് കൊണ്ടുവരല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബ് തിബ്രീസ് മിഷ്കാത്തിൽ ഹദീസ് രേഖപ്പെടുത്തുന്നത് കാണാം. പെട്ടെന്ന് ഇങ്ങനെ അള്ളാഹനെ നമ്മുടെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരാം. അല്ലാഹ് എന്നൊരു വിളി, അല്ലാഹ് അല്ലാന്ന് കേട്ടാൽ കരയുന്ന മഹാന്മാരുണ്ടായിരുന്നു. അല്ലാന്ന് കേട്ട കരയും, അല്ലാന്ന് കേട്ടാൽ കരയുന്ന അവസ്ഥ. കാഫ് മലയെ കുറിച്ച് ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടോടത്ത് മനുഷ്യർ അത്ഭുതപ്പെടുന്നുവെങ്കിൽ ആ കാഫ് മലയെക്കാളും വലിപ്പമുള്ള തുലാസിന്റെ തട്ട് നിറയ്ക്കാൻ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരിക്കലൊരാഗ്രഹം അല്ലാഹുവോട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉശാഹിദ സിറാത വൽ മീസാന ഫീ ദാരിദ് ദുനിയ. അല്ലാഹുവേ, നാളെ മഹ്ശറയിലേക്ക് നീ വെച്ചിരിക്കുന്ന ആ സിറാത്ത് എന്ന പാലവും മീസാൻ എന്ന തുലാസും എനിക്ക് ഭൂമിയിൽ വെച്ച് കാണണമല്ലാ. സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞപ്പോൾ അല്ലാഹു ആഗ്രഹം നടത്തിക്കൊടുക്കാണ്. ദാവൂദ് നബിയോട് പറഞ്ഞു, ഇന്നാലിന്ന താഴ്വാരത്തിലേക്ക് അങ്ങ് വന്നാലും നബിയെ അങ്ങേക്ക് നാം കാണിച്ചു തരാം. സിറാത്ത് എന്ന പാലോ അതുപോലെ തന്നെ മീസാൻ എന്ന തുലാസും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ തീരുമാനിച്ചു. അള്ളാഹു പറഞ്ഞോടത്തേക്ക് എത്താണ്. മഹാന്മാർക്ക് അള്ളാഹു അങ്ങനെ ചിലത് കൊടുക്കും, ചിലത് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഒരു സൂര്യഗ്രഹണ നിസ്കാരത്തിന്റെ സമയത്ത് മുന്നോട്ട് കൈ ഇങ്ങനെ നീണ്ടുപോകുന്നു. എന്തോ ഒന്ന് പിടിക്കാൻ പോകുന്ന പോലെ. ഇന്നി ഉരീതുൽ ജന്ന, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. സ്വർഗം കാണാൻ വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ്. ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്തിന്റെ ചക്രവാളത്തിലെ രഹസ്യം കാണാൻ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹീം ഇരുപ്പീനേൾ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. അല്ലാഹു അത്ഭുതം കാണാൻ മറ മാറ്റി കൊടുക്കുകയാണ്. സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നാലിന്ന താഴ്വാരത്തിലേക്ക് അങ്ങ് വന്നാലും ഫഅദ്ഹബല്ലാഹുൽ ഹിസാബ അൻഹു ഹത്താ റഅ അസ്റാത വൽ മീസാന അല സിഫത്തില്ലതി ജാഅത് ഫിൽ അഖ്ബാർ. ചരിത്രം ചർച്ച ചെയ്ത പ്രമാണങ്ങൾ ഉദ്ധരിച്ച അതേ വിശേഷണത്തിൽ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം സിറാത്ത് എന്ന പാലം കാണാണ്, മീസാൻ എന്ന തുലാസ് കാണാണ്. ആരാണ് ദാവൂദ് നബി അലൈഹിസ്സലാം? 4 വേദഗ്രന്ഥങ്ങളിൽ ഒന്ന് അല്ലാഹു കൊടുത്ത മഹാൻ. ഒരു പ്രാവശ്യം സുജൂദിലേക്ക് പോയാൽ തല ഉയർത്തുമ്പോഴേക്കും ചുറ്റുവട്ടത്ത് കാട് മുളച്ചു വരും വിധം കണ്ണുനീരുകൊണ്ട് ഈ ഭൂമി അനുഗ്രഹീതമാക്കിയ മഹാൻ. 20 ദിവസമായിരിക്കും ഒരു സുജൂദ്, ചിലപ്പോൾ അത് 40 ദിവസമാവാറുണ്ട്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നു, ചിലപ്പോൾ ദാവൂദ് നബിയുടെ ഒരു സുജൂദ് 80 ദിവസം വരെ ആവാറുണ്ട്. കണ്ണുനീരിന്റെ ഉപ്പുരസത്തിൽ ചെടികൾ തഴച്ചു വളരുന്ന വിധത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹൃദയത്തിലുള്ള ദാവൂദ് നബി സിറാത്ത് എന്ന പാലം കണ്ടപ്പോൾ, അതുപോലെ തന്നെ മീസാൻ എന്ന തുലാസ് കണ്ടപ്പോൾ വാവിട്ട് കരയുകയാണ്. അല്ലാഹുവോട് ചോദിക്കുകയാണ്, ഇലാഹി മൻ യഖ്ദിറു മിൻ ഇബാദിക യംലഅ കഫത്തൽ മീസാൻ ബിൽ ഹസനാത്ത്. അല്ലാഹുവേ, നിന്റെ അടിമകളിൽ ആർക്കാണ് റബ്ബേ ഈ വിശാലമായ ഈ മീസാൻ എന്ന തുലാസിന്റെ തട്ട് നിറയ്ക്കാൻ, നന്മ ചെയ്യാൻ ആർക്കാ കഴിയാ? ദാവൂദ് നബിയുടെ ചോദ്യമാണ്. അല്ലാഹുവേ, ആർക്കാണ് ഈ സിറാത്ത് എന്ന പാലം വിട്ടുകിടക്കാൻ കഴിയാ? അല്ലാഹു പറഞ്ഞു, ദാവൂദ് നബിയെ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തം വാഹിദ ബിൽ ഇഅ്തിഖാദ്, മനസ്സറിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു 20 സെക്കൻഡ് നമ്മൾ കണ്ണടച്ച് പിടിച്ച് കണ്ണ് നിറയും വിധം അല്ലാഹനെ ഓർത്തിട്ട്, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്തിട്ട്
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹു ദാവൂദ് നബിയോട് പറയാണ്, അങ്ങനത്തെ മനുഷ്യനതാ ഇടിമിന്നലിന്റെ വേഗതയിലായിരിക്കും അവൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ പവർ കൊണ്ട് സിറാത്ത് കടക്കാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ റജബിൽ അങ്ങനെ ഒരു പതിവ് നമുക്കുണ്ടാക്കണം. അത്താഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ വന്നിരുന്ന് മൊബൈൽ കാണുന്ന സമയത്ത്, കാണണ്ടെന്നല്ല പറയുന്നത്, കണ്ടോ, അതുപോലെ അതേ പ്രാധാന്യത്തിൽ ഒന്ന് തനിച്ചിരുന്ന് അല്ലാ എന്ന വിചാരത്തിൽ ഒരു 10 ദിക്ർ, 10 മതി, അത് മനസ്സിൽ തെറ്റിച്ചെല്ലണം. ഈ റജബിന്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആവട്ടെ അത് പതിവാവട്ടെ. ആ 10 അടുത്ത ദിവസം 20 ആവണം, 20 40 ആവണം. തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം 10 ദിക്ർ മനസ്സറിഞ്ഞിട്ട് അള്ളാനെ ഓർത്ത് നമുക്ക് പടച്ചോന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് കണ്ണ് നിറച്ചങ്ങോട്ട് ചൊല്ലാൻ ഈ റജബിൽ കഴിയണം. അത് ഷഅബാൻ ആവുമ്പോഴേക്കും ഒരു 50 ദിക്റിലേക്ക് ആവണം. റമദാൻ ആവുമ്പോൾ 100 എണ്ണം ആവണം. ആയുസ് എത്ര ഇനി ബാക്കിയുണ്ടെന്ന് അറിയില്ല, എത്ര റമദാൻ ഇനി സ്വീകരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് അറിയില്ല. റജബിൽ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും അങ്ങനെ ചെയ്യോ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിലും പറയണം. 10 ദിക്ർ, ഒരുപാട് വേണ്ട, 10 ദിക്ർ 20 സെക്കൻഡ് മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ആരെയും ബോധിപ്പിക്കണ്ട. ഇങ്ങനൊരു രഹസ്യ അമല് ഈ റജബിൽ തുടരണം. ദാവൂദ് നബിയോട് അല്ലാഹു പറയാം, മനസ്സറിഞ്ഞ ഒരു ദിക്ർ ഇല്ലാ മതി, സിറാത്ത് കടക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ദിക്ർ ആയിട്ടില്ല, ആവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മി ആവണം. ബിസ്മി ചൊല്ലി ഒന്നടിച്ചപ്പോൾ ഒരു കടല് പിളർന്നത് ഒരു മനുഷ്യന്റെ കൈ കൊണ്ടല്ലേ, മലക്കിന്റെ കൈ കൊണ്ടല്ലോ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ബിസ്മി ചൊല്ലിയിട്ട് ഒരു കല്ലിലടിച്ചപ്പോ ഒരു ശിരസിന്റെ വലിപ്പമുള്ള കല്ലിൽ നിന്നും 12 പുഴ ഉണ്ടായി എന്ന് പറഞ്ഞത് ഖുർആനാണ്. ദിക്റിന്റെ മഹത്വമാണത്. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാസം. നെഞ്ചേറ്റാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ദാവൂദ് നബിയെ, വമൻ തസദ്ദഖ ബിമിത്ലി തംറത്തിൻ ലിഅജലി യംലഉൽ മീസാൻ. ഒരു ഈത്തപ്പഴത്തിന്റെ വലിപ്പമുള്ള, ഈത്തപ്പഴം സുലഭമായി കിട്ടുന്നോടത്തെ ചരിത്രമാണിത്. ഈത്തപ്പഴത്തിന്റെ വലിപ്പമുള്ള അത്രയും സാധനം അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം മനസ്സിൽ ഉദ്ദേശിച്ച് ഈ പറഞ്ഞ ദിക്ർ പോലെ തന്നെ ഒരു ഈത്തപ്പഴം ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്താൽ മതി. ആ സിറാത്ത് എന്ന ആ മീസാൻ എന്ന തുലാസ് നിറയ്ക്കാൻ കഴിയും. ദാവൂദ് നബിയെ എന്ന് ദാവൂദ് നബിക്ക് അല്ലാഹു കൊടുത്ത മറുപടി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമാവട്ടെ, ഒരു പ്രേരണയാവട്ടെ, ഒരു ആവേശമാവട്ടെ. റജബിനെ ഹയാത്താക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹൃസ്വമായ എന്റെ വാക്കുകൾ നിർത്തുന്നു. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. റബ്ബേ, തസ്കിയത്തുള്ള ഒരു ഹൃദയം തന്നനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞ് ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ പലർക്കും പ്രയാസങ്ങളുണ്ട്. കടങ്ങളുള്ളവരുടെ കടങ്ങൾ കുമിഞ്ഞുകൂടുന്നു, കച്ചവടത്തിൽ കുറവുണ്ട്. അല്ലാഹുവേ, നിലവിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ശമ്പളം കുറഞ്ഞവരുണ്ട്, വരുമാനമില്ലാതായവരുണ്ട്. ഖൈറ് പകരം നൽകണേ അല്ലാഹ്, ഖൈറ് പകരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, സ്ഥലം വിറ്റ് പോവാൻ വേണ്ടിയിട്ട് ഒരു സഹോദരൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, അത് വിറ്റ് അവരുടെ ആവശ്യം എന്തൊക്കെയാണെങ്കിലും നടന്നു കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, അദ്ദേഹത്തിന്റെ മകന്റെ ജോലി സംബന്ധമായ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിക്കൊടുത്ത് ഖൈറായ ഒരു വഴിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്തേക്ക് ജോലി തേടിപ്പോയ ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, വഴി തെളിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. നിലവിലെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. റബ്ബേ, നീ അവർക്ക് പകരം നൽകണേ അല്ലാഹ്. ഇന്റർവ്യൂ കഴിഞ്ഞ് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന വിദേശത്തേക്ക് പോയ മകന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പിതാവ് ഏൽപ്പിച്ചു.
തൗഫീഖ് നൽകണേ അല്ലാ, ഖൈറായ ജോലി എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. വിവാഹ പ്രായമെത്തിയ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതാണ് അല്ലാ. റജബിന്റെ ബറക്കത്ത് കൊണ്ട് വീട്ടിത്തരണേ അല്ലാ. റജബും ശഅബാനും റമളാനും ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് കിട്ടുന്ന അനുഗ്രഹമാവാൻ ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ റജബ് ഞങ്ങൾക്ക് ഗുണകരമാക്കണേ അല്ലാ. ശഅബാൻ അനുകൂലമാക്കുക അല്ലാ. റമളാന്റെ മഹത്വങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്റെ മുന്നിൽ സാക്ഷി പറയണം അല്ലാ. അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കുക അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.